പവർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3ലേക്കാണ് എത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 3ൽ നമ്മൾ ഇലക്ട്രിക് ഡ്രൈവ്സിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡ്രൈവ്സ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പല മെഷീൻസ് ക്ലാസ്സുകളിലും കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ പലതരത്തിലുള്ള മോട്ടോറുകളെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. DC മോട്ടോർ, അതിനെ DC സീരീസ് മോട്ടോർ, DC ഷണ്ട് വൗണ്ട് മോട്ടോർ, അതേപോലെ തന്നെ DC കോമ്പൗണ്ട് മോട്ടോർ, പിന്നെ അതേപോലെ തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോർ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ സിങ്ക്രണസ് മോട്ടോർ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ സിംഗിൾ ഫേസ് മോട്ടോർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടൈപ്പ് മോട്ടോറുകളാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് മോട്ടോറിൻ്റെയൊക്കെ ഉപയോഗം എവിടെയാണ്? ഇവയൊക്കെ ഒരു ലോഡിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, ലോഡിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മില്ല്, നമ്മുടെ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ല് നോക്കാം. അവിടെ ആക്ച്വലി ആ മില്ലായിരിക്കും, ആ മില്ലിലെ മെക്കാനിക്കൽ ക്രഷ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. അതിനെ റണ്ണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മോട്ടോർ ഉണ്ടാവും. നോർമലി നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുക. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ആ പുള്ളിയിൽ കപ്പിൾ ചെയ്തുകൊണ്ടൊരു ബെൽറ്റ് ഉണ്ടാവും. ആ ബെൽറ്റ് എന്ത് ചെയ്യും? ആ എനർജിയെ അടുത്ത ആ ഒരു പൊടിക്കുന്ന ആ ഒരു മെഷീനിലേക്ക്, മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടുത്തെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ഇൻഡക്ഷൻ മോട്ടോറാണ്. പിന്നെ അതിന് പവർ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാനിൻ്റെ കാര്യം നോക്കാം. ഫാനിൻ്റെ കാര്യത്തിൽ ഒരു കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഫാനിനകത്ത്, സീലിംഗ് ഫാനിനകത്ത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണുള്ളത്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ ആ മോട്ടോർ കറങ്ങും. ആ മോട്ടോറായിട്ട് തന്നെയാണ് അതിൻ്റെ ലീഫ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ലീഫ് കണക്ട് ചെയ്യുമ്പോൾ ലീഫ് എന്ത് ചെയ്യും? ലീഫ് റൊട്ടേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് കാറ്റ് കിട്ടും. അപ്പം ഇനി നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാ മോണോബ്ലോക്ക് പമ്പ് നോക്കാം. മോണോബ്ലോക്ക് പമ്പിനകത്ത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ആ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഉദാഹരണം വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഇത് മോട്ടോറാണെങ്കിൽ ഈ മോട്ടോറിന്റെ ഷാഫ്റ്റ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇതായിരിക്കും പമ്പ്. ഈ ഷാഫ്റ്റാണ് ഈ മോട്ടോറിനകത്തുനിന്ന് എനർജി പമ്പിലേക്ക്, സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റിംഗ് എനർജിയാണ്. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ മോട്ടോർ എന്ത് ചെയ്യും? മോട്ടോർ ആ ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് അത് റൊട്ടേറ്റിംഗ് എനർജിയാവും, കൈനറ്റിക് എനർജിയാവും. ഈ റൊട്ടേഷനാണ് ഷാഫ്റ്റ് വഴി ഈ കപ്ലിംഗ് കൂടെ അടുത്ത ഷാഫ്റ്റിലേക്ക് പോകുന്നത്. ഈ ഷാഫ്റ്റ് നമ്മുടെ പമ്പിന്റെ, സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഷാഫ്റ്റാണ്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പമ്പ് റൊട്ടേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പാണെങ്കിൽ ഒരു സമ്പിൽ നിന്ന് മേലെ ഒരു ടാങ്കിലേക്ക് നമുക്ക് വാട്ടർ കയറ്റാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള മെക്കാനിക് എനർജി കൊടുക്കുന്ന ആരാണ്? ഈ ഒരു ഇലക്ട്രിക് എനർജിയാണ്. ഇവിടെ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്ത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ വർക്ക് ചെയ്യിക്കും. അങ്ങനെയാണ് ഇവിടെ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രൈവ് എന്താണ്, ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റം എന്താണ്, ബ്ലോക്ക് ഡയഗ്രം എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവും അതുവരെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ലോഡും കൂടെ ചേർന്നാണ് ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റത്തിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രൈവ് ആയതുകൊണ്ട് മെയിൻലി ആ ഡ്രൈവിന്റെ മെയിൻ കമ്പോണന്റ് ആരായിരിക്കും? ഒരു മോട്ടോർ ആയിരിക്കും. ഒരു മോട്ടോർ, അതേപോലെ തന്നെ അതിന് പവർ കൊടുക്കുന്ന ഒരു ലോക്കൽ പവർ സപ്ലൈ ഉണ്ടാവും. ആ പവർ സപ്ലൈനെ ഒരു പവർ കൺട്രോൾ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവർ കിട്ടും. അപ്പോൾ ഒരു പവർ കൺട്രോളർ, ഒരു മോട്ടോർ, പിന്നെ ആ മോട്ടോറിനെ നമ്മുടെ പുറത്തുള്ള ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്. നോർമലി അതൊരു ഷാഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കൺവെയർ ബെൽറ്റ് ആയിരിക്കാം. ഈ ഒരു എല്ലാ കമ്പോണന്റും കൂടെ ചേർന്നിട്ടാണ് ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് വരുന്നത്. ഈ ഇലക്ട്രിക് ഡ്രൈവിന്റെ കൂടെ ആ ലോഡും കൂടെ ചേരുമ്പോൾ ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം കൂടെ പരിചയപ്പെടാം. അപ്പൊ ആദ്യം ഇതിനകത്തൊരു മെയിൻ പവർ സോഴ്സ് വേണം. നോർമലി അതൊരു സിംഗിൾ ഫേസ് സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 3 ഫേസ് സപ്ലൈ ആയിരിക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കമ്പോണന്റ്. ഇതാണ് മെയിൻ പവർ സോഴ്സ്, ഇലക്ട്രിക്കൽ പവർ സോഴ്സ് ഇതായിരിക്കും.
ഇനി ഇതിനകത്ത് ഈ കൊടുക്കുന്ന പവർ നമുക്ക് ഒരു കൺട്രോളർ വേണം. ഈ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ മോട്ടോറിനകത്തേക്ക് കൊടുക്കുക. ഈ പവർ കൺട്രോളർ എന്ന് വരുന്ന ഔട്ട്പുട്ട് അതൊരു കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഔട്ട്പുട്ട് ആയിരിക്കും. കാരണം നമുക്കിവിടെ സ്പീഡ് കൺട്രോൾ, ടോർക്ക് കൺട്രോൾ, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മോട്ടോർ റൺ ചെയ്യണം. അപ്പോൾ ആ മോട്ടോറിന് ആവശ്യമായ രീതിയിൽ പവർ മോഡുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് പവർ കൺട്രോളർ. ഇപ്പൊ പവർ കൺട്രോളിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരിട്ട് കൊടുക്കുക ആർക്കായിരിക്കും? മോട്ടോറിനകത്തായിരിക്കും. അപ്പൊ മെയിൻ പവർ സോഴ്സ് എന്നുള്ള പവർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി റിസീവ് ചെയ്തിട്ട് പവർ കൺട്രോളർ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള കറണ്ട്, വോൾട്ടേജ് ലെവലുകൾ മോട്ടോറിന് കൊടുക്കും. അപ്പൊ മോട്ടോർ നമ്മൾ പറയുന്നത് നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ലോഡ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള കമാൻഡ് മോട്ടോറിന് കൊടുക്കും. അത് വോൾട്ടേജും കറണ്ടും ആ രീതിയിലേക്കും കൊടുക്കുക. അതിനനുസരിച്ച് മോട്ടോർ റൺ ചെയ്യും. ഇനി അവസാനമാണ് ഇവിടം വരെ എത്തി. മോട്ടോറിന് ശേഷം ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻ എന്ത് ചെയ്യണം? അടുത്ത് നമുക്ക് വേണ്ട ലോഡിലേക്ക് കൊടുക്കണം. അത് ചിലപ്പോൾ ഒരു മില്ലായിരിക്കാം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രഷർ ആയിരിക്കാം, അങ്ങനെ പല കാര്യം. അതായത് കൺവെയർ ബെൽറ്റ് ആയിരിക്കാം. കൺവെയർ ബെൽറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഐവിക്കൊക്കെ പോയപ്പോൾ പല ഫാക്ടറിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമെന്റ് ഫാക്ടറി കാണിച്ചു. അപ്പോൾ ഒരു താഴെ ലെവലിൽ നിന്ന് മേലെ ലെവലിലേക്ക് ചിലപ്പോൾ ലോഡ് കൊണ്ടുവരും. അപ്പോൾ എന്താ വെച്ചാൽ വലിയ നീളത്തിൽ കൺവെയർ ബെൽറ്റ് ഉണ്ടാവും. അതായത് ഞാൻ എൻ്റെ സൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മോട്ടോർ ഉണ്ടാവും, ഇവിടെ ഒരു ഫ്രീ റണ്ണിങ് ഷാഫ്റ്റ് ഉണ്ടാവും, ഇതിൻ്റെ മേലെ കൂടെ ഒരു ബെൽറ്റ് ഉണ്ടാവും. ഇത് ബെൽറ്റാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ബെൽറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് താഴത്തെ ലെവലിൽ നിന്ന് ഓരോ വസ്തുക്കൾ ഇതിൻ്റെ മേലെ കയറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു താഴത്തെ ലെവലിലായിരിക്കും, ഗ്രൗണ്ടിലായിരിക്കും. ഇത് ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ സാധനം മേലെ വരും, മേലെ നിന്ന് അത് എടുക്കും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് കൺവെയർ ബെൽറ്റ്. അപ്പോൾ ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ മോട്ടോറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ലോഡ് എന്തായിരിക്കും? ഒരു കൺവെയർ ബെൽറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലോഡിനകത്തേക്ക് ഈ ഒരു മോട്ടോർ എന്നുള്ള എനർജി കൊണ്ടുപോകണം. അതിനാണ് എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അത് മിക്ക കേസിലും അതൊരു ഷാഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ചെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കൺവെയർ ബെൽറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്. അപ്പോൾ ഇവിടെ ഷാഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഷാഫ്റ്റ് നേരിട്ട് കണക്ട് ചെയ്യില്ല, ഒരു കപ്ലിംഗ് ഉണ്ടാവും. ഒരു കപ്ലർ വഴിയായിരിക്കും നമ്മളുടെ ലോഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ലോഡ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? വർക്കിംഗ് മെഷീൻ എന്ന് പറയാം. ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈവ് സിസ്റ്റം മൊത്തത്തിൽ. അപ്പം നമുക്കിങ്ങനെ വർക്കിംഗ് മെഷീൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റം. ഒരു മെയിൻ പവർ സോഴ്സ് ഉണ്ടാവും. ഇതിന് നമ്മൾ നോർമലി ഒന്നിൽ സിംഗിൾ ഫേസ് 50 ഹെർട്സ് സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 3 ഫേസ് സപ്ലൈ ആയിരിക്കാം. അതായത് ഒരു സ്റ്റാൻഡേർഡ് സപ്ലൈ ആയിരിക്കും. 3 ഫേസ് 415 വോൾട്ട് സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് 240 വോൾട്ട് സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു DC സപ്ലൈ ആയിരിക്കാം. ഒരു DC മോട്ടോർ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു DC സപ്ലൈ ആയിരിക്കും. നമുക്ക് വേരിയബിൾ DC നമുക്ക് കൊടുക്കുന്ന ഒരു ചോപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിക്സഡ് DCനെ വേരിയബിൾ DC ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ ഏത് മോട്ടറാണ് ഉപയോഗിക്കുന്നത് ആ ഒരു മോട്ടോർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ പവർ കൺട്രോളറും ഇവിടുത്തെ മെയിൻ പവർ സോഴ്സും. അപ്പോൾ ഈ പവർ കൺട്രോളർ എന്തായിരിക്കും? ഈ മോട്ടോറിന് ആവശ്യമായ രീതിയിൽ ഈ കൊടുക്കുന്ന മെയിൻ പവറിനെ മോഡുലേറ്റ് ചെയ്ത് മോട്ടോറിന് കൊടുക്കുന്നതാണ് പവർ കൺട്രോളിന്റെ ഡ്യൂട്ടി. ഈ പവർ കൺട്രോളിന്റെ ഇൻപുട്ടിനനുസരിച്ച് മോട്ടോർ വർക്ക് ചെയ്യും. ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടാകും. മോട്ടോർ നോർമലി റൊട്ടേറ്റിംഗ് ഡിവൈസ് ആണല്ലോ. ഈ റൊട്ടേഷൻ അടുത്ത നമ്മുടെ വർക്കിംഗ് മെഷീനിലേക്ക് കൊടുക്കാൻ ഒരു കപ്ലിംഗ് മെത്തേഡ് കൂടെ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഷാഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിനാണ് നമ്മൾ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്. ഇവിടെ നിന്നുള്ള എനർജിയെ നമ്മുടെ വർക്കിംഗ് മെഷീനിലേക്ക് ട്രാൻസ്മിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കും. ഇത് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇതൊരു ഷാഫ്റ്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഈ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് ഒരു ഷാഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിലോ ഒരു ചെയിൻ ആയിരിക്കാം, ഒരു പുള്ളി ചെയിൻ, അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ആയിരിക്കാം.
ഓക്കെ, അല്ലെങ്കിൽ ഒരു ചെയിൻ ആയിരിക്കാം. കാരണം ഇവിടെ ഒരു ഫ്ലൈ വീൽ ഉണ്ടായിട്ട് അതടുത്ത മെഷീൻ്റെ ഫ്ലൈ വീലുമായിട്ട് ഒരു ചെയിൻ വഴി കണക്ട് ചെയ്യുകയാണെങ്കിലോ അവിടെ ചെയിൻ ഡ്രിവൺ ആയിരിക്കും. ഇനി നേരെ മറിച്ച് പുള്ളി, അതേപോലെ തന്നെ പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന ബെൽറ്റ് ആണെങ്കിലോ അതൊരു ബെൽറ്റ് ഡ്രിവൺ ആയിരിക്കാം. അല്ലെങ്കിലോ നേരിട്ട് ഷാഫ്റ്റ് കൊടുത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഡിവൈസും ആ ഒരു വർക്കിംഗ് മെഷീനും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ഷാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന മോട്ടോറിന്റെയും വർക്കിംഗ് മെഷീൻ്റെയും നടുക്ക് വരുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേജിനാണ് നമ്മൾ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഒരു ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇതിനകത്ത് ഈ പവർ കൺട്രോളർ, മോട്ടോർ, അതിന്റെ കൂടെ ഈ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസും കൂടെ ചേർന്നിട്ടുള്ള ഈ 3 കമ്പോണന്റ്, പവർ കൺട്രോളർ, മോട്ടോർ, ഈ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ്, ഈ 3ഉം കൂടെ ചേരുന്നതാണ് നമ്മൾ ഇലക്ട്രിക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡ്രൈവ് അതിന്റെ കൂടെ ആ ഒരു ഫൈനൽ വർക്കിംഗ് മെഷീനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, ആ ഫൈനൽ ലോഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റം. ഇതാണ് ഇലക്ട്രിക് ഡ്രൈവും ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റത്തിന്റെയും ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം. ഇതൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ നോക്കാം. ഈ ഫിഗർ ഒരു മോഡേൺ ഡ്രൈവ് സിസ്റ്റത്തിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്, ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ബ്ലോക്ക് ഡയഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ക്ലോസ്ഡ് ലൂപ്പ് വരുന്നുണ്ട്, അതായത് ഒരു ഫീഡ്ബാക്ക് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. പ്രീവിയസ്ലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്ര ഉണ്ടായിരുന്നു, ഒരു ഓപ്പൺ ലൂപ്പ് ഡിവൈസ് ആയിരുന്നു, ഒരു ഓപ്പൺ ലൂപ്പ് സ്കീമായിരുന്നു. അതായത് അവിടെ ഒരു പവർ കൺട്രോളർ ഉണ്ടാവും, അത് മോട്ടോറിലേക്ക് കൊടുക്കും, അതിനുശേഷം നേരിട്ട് വർക്കിംഗ് മെഷീനാണ് വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫീഡ്ബാക്ക് കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ്. അപ്പോൾ നേരത്തെ പോലെ ഇതിനകത്തൊരു മെയിൻ പവർ സോഴ്സ് വേണം, കാരണം അതായിരിക്കും ഇതിന്റെ ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്യുന്നത്. അതൊരു 3 ഫേസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ്, അല്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ഒരു DC ആയിരിക്കാം, AC. അത് നമ്മുടെ മോട്ടോർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഏത് തരത്തിലുള്ള മോട്ടോറാണ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ പവർ സോഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പം മെയിൻ പവർ സോഴ്സ് നോക്കുന്നത് നമ്മൾ മെയിൻ പവർ എടുക്കും. ഈ പവർ കൊടുക്കുന്നത് ഒരു പവർ ഇലക്ട്രോണിക് കൺവെർട്ടറിനകത്തേക്ക്. ഈ പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഏതെങ്കിലും ഒരു ടൈപ്പ് കൺവെർട്ടർ ആയിരിക്കും. ഉദാഹരണത്തിന് അതൊരു റെക്ടിഫയറേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ചോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇൻവേർട്ടർ ആയിരിക്കും. അപ്പോൾ ഈ മോട്ടോർ ഒരു DC മോട്ടർ ആണെങ്കിൽ ഇതിന്റെ ഇൻപുട്ട് എന്തുകൊണ്ട് DC ആയിരിക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും, ഒന്നുകിൽ ഇതൊരു ചോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്ടിഫയർ ആയിരിക്കും. എങ്കിൽ മാത്രമേ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടുള്ളൂ, DC കിട്ടുള്ളൂ. ഇനി ഇതൊരു ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ, ഒരു AC മോട്ടർ ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്തായിരിക്കും, AC ആയിരിക്കും. അപ്പോൾ ഈ ഡിവൈസ് എന്തായിരിക്കും, പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ എന്തായിരിക്കും, ഇതൊരു ഇൻവേർട്ടർ ആയിരിക്കും. ഇത് ഇവിടെ നിന്നുള്ള DC എടുത്തിട്ട് AC ആക്കി കൊടുക്കും. അപ്പോൾ ഈ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യും. ഇനി ഇതൊരു DC മോട്ടർ ആണെങ്കിലോ, നമുക്ക് ഒരു ചോപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ DC സോഴ്സിനെ നേരിട്ട് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് മോട്ടോറിന് കൊടുക്കാം. ഇനി ഇതൊരു AC ആണെങ്കിലോ, ഈ ACനെ ഇവിടെ ഒരു റെക്ടിഫയർ വെച്ചിട്ട് അതിന് റെക്ടിഫിക്കേഷൻ നടത്തി DC ആക്കി മാറ്റി ആ DC ഈ മോട്ടോറിന് കൊടുക്കാം. അപ്പൊ ഈ പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടോർ ഏത് തരത്തിലുള്ള മോട്ടോറാണോ അതിന് ഉതകുന്ന രീതിയിലുള്ളതായിരിക്കും ഇവിടുത്തെ ഈ പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ. സോ ദിസ് പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ ഷുഡ് ബി suitable with the motor. Based on the motor, we will decide which power electronic converter should be used and as well as which power supply should be taken. അതിനുശേഷം നമ്മളെ മോട്ടോർ വർക്ക് ചെയ്യും. മോട്ടോറിന്റെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യണം, വർക്കിംഗ് മെഷീനിലേക്ക് കടത്തിവിടും, വർക്കിംഗ് മെഷീനിന് കൊടുക്കും. ഈ എനർജി ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. ഒന്നിലൊരു ഷാഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺവെയർ ബെൽറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെയിൻ മെക്കാനിക്സ് ആയിരിക്കും, ചെയിൻ ഡ്രിവൺ മെക്കാനിക്സ് ആയിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് വഴി കൊടുക്കും. ഇവിടെ നമ്മളൊരു ഷാഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു കപ്ലിംഗ് മെത്തേഡാണ്, കപ്ലർ എന്നാണ് ഇതിനെ പറയുക. കഴിഞ്ഞ ബ്ലോക്ക് ഡയഗ്രാമായിട്ട് ഈ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കുറച്ചും കൂടെ മോഡേൺ ആണ്. കാരണം ഇതിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ മെത്തേഡ് കാണിച്ചിരിക്കുന്നു. കാരണം ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ വർക്കിംഗ് മെഷീൻ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സ്പീഡ്, ഫോർ എക്സാമ്പിൾ ഇതിന്റെ സ്പീഡ് 1500 RPM സെറ്റ് ചെയ്യണം. 1500 RPM സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴും 1500 RPM ഇത് ഓടണം, അതാണ് നമ്മുടെ റിക്വയർമെന്റ്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ വർക്കിംഗ് മെഷീനകത്ത് ലോഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മോട്ടോർ എന്ത് ചെയ്യും? മോട്ടോറിനകത്ത് ലോഡ് കൂടുമ്പോൾ ആ മോട്ടോറിന്റെ RPM കുറയും അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടോറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് വിത്തൗട്ട് നോ ലോഡിലാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ആ സ്ലിപ്പ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതതിന്റെ ആ സിങ്ക്രണസ് സ്പീഡിന് അടുത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇതിനകത്ത് ലോഡിങ് വന്നാലോ, ലോഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ ഈ വർക്ക് മെഷീന്റെ സ്പീഡ് കുറയും. ഈ മോട്ടോറിന്റെ സ്പീഡ് കുറയുമ്പോൾ അത് കപ്പിൾ ചെയ്തിരിക്കുന്ന മെഷീന്റെ സ്പീഡും കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് സ്പീഡ് കയറണം. അതാണ് നമ്മുടെ ആവശ്യം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് സ്പീഡ്. അപ്പോൾ ഇവിടെ ഒരു സെൻസിങ് എലമെന്റ് ഉണ്ടാവും. ഇവിടെ ഒരു സെൻസർ വെച്ചിട്ട് ഈ കറണ്ട് സ്പീഡ് നമ്മൾ മെഷർ ചെയ്യും. സപ്പോസ് 1500 RPM നമ്മുടെ റിക്വയർഡ് സ്പീഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. ലോഡ് കൊടുത്തപ്പോൾ ഇത് 1400 RPM ആയി. അപ്പൊ ഇവിടെ ഒരു സെൻസിങ് സ്പീഡ് സെൻസർ ഉണ്ട്, അല്ലെ റോട്ടർ പ്രൊപ്പോർഷൻ സെൻസർ ഉണ്ട്. ഈ സെൻസർ എന്ത് ചെയ്യും? ഇതിന്റെ കറണ്ട് സ്പീഡ് മെഷർ ചെയ്യും. ഇതിന്റെ കറണ്ട് സ്പീഡ് എന്തായി? 1400ലേക്കാണ്. അപ്പൊ നമുക്ക് വേണ്ട സ്പീഡ് എത്രയാണ്? 1500. അത് നമ്മൾ ഈ ഒരു ലൂപ്പിൽ കമാൻഡ് ആയിട്ട് കൊടുക്കും. അത് നമ്മൾ ലോഗ് സെറ്റ് ചെയ്യോ അല്ലെങ്കിൽ 1500ലേക്ക് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് എന്താണ്? 1500 RPM ആണ്. ഈ ഫീഡ്ബാക്ക് വഴി കറന്റ്ലി ഇതിന്റെ സ്പീഡ് 1400 ആണെന്ന് നമുക്കിവിടെ കിട്ടി. ഈ റോട്ടർ പൊസിഷൻ അല്ലെങ്കിൽ സ്പീഡ് സെൻസർ, ഈ സ്പീഡ് സെൻസർ ഇതിനെ മെഷർ ചെയ്തിട്ട് ഇപ്പോഴത്തെ സ്പീഡ് 1400 ആണെന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിനകത്ത് ഈ രണ്ടും കമ്പാരിസൺ നടക്കും. ഇത് 1500 ആണെങ്കിൽ ഇത് 1400. ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 100 RPM ആണ്. 100 RPM ആണ്. ഇപ്പൊ ഈ കമാൻഡ് മീൻസ് ആക്ച്വലി ഇത് എങ്ങനെ വരും? ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക, ഇവിടെ പ്ലസ് വരും. അപ്പൊ ഈ 1500 പ്ലസിലേക്കാണ് കൊടുത്തത്, 1400 മൈനസിലേക്കാണ് കൊടുത്തത്. ഈ രണ്ടും തമ്മിൽ എന്ത് കിട്ടും? 1500 മൈനസ് 1400 വരും. അപ്പൊ 100 RPM ആണ് ഇവിടുത്തെ എറർ. ഇതിനാണ് എറർ എന്ന് പറയാം. കമാൻഡ് മൈനസ് ഫീഡ്ബാക്കിലുള്ള വാല്യൂ ആണ് എറർ. ഇപ്പൊ ഇവിടെ ഇപ്പൊ മെഷർ ചെയ്യുന്നത് 1500 ആണെങ്കിലോ, 1500 മൈനസ് 1500 0 ആണ്. യാതൊരുവിധ പ്രശ്നമില്ല. അതുപോലെ തന്നെ റണ്ണിങ് എന്ന് പറയും. ഇതിൽ യാതൊരുവിധ ഈ പവർ ഇലക്ട്രോണിക്സ് കൺവേർട്ടറിൽ യാതൊരുവിധ ചേഞ്ചും നടക്കില്ല. അപ്പൊ ഇവിടെ സ്പീഡ് കുറഞ്ഞ കേസ് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് 1400 ആയി ലോഡ് വെച്ചപ്പോൾ. നമുക്ക് എന്ത് ചെയ്യണം? അതിന് 1500ലേക്ക് കൂട്ടണം. അപ്പൊ ഈ ഒരു ഇവിടെയുള്ള ഈ ഒരു പ്ലസും മൈനസും 1500 1400 കുറച്ച് എററായിട്ട് 100 RPM കണ്ടുപിടിച്ചു. അപ്പൊ ഈ 100 RPM എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്യണം. ഈ ലൂപ്പിന്റെ കാര്യം എന്താണ്? ഈ 100 RPM 0ലേക്ക് കൊണ്ടുവരണം. എങ്കിലേ കമാൻഡിൽ എങ്ങനെയാണോ കമാൻഡ് അതനുസരിച്ച് മെഷീൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ എറർ ഉണ്ടോ? ഇപ്പൊ ഇവിടെ 100 RPM എറർ ഉണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഈ എറർ കുറയ്ക്കണം. ഈ എറർ കുറയ്ക്കാന്നാണ് അതിന്റെ അർത്ഥം എന്താ? ഈ 1400നെ 1500ലേക്ക് എത്തിക്കണം. ഇത് 1500ലേക്ക് എത്തിച്ചാൽ എന്ത് ചെയ്യും? എറർ 0 ആവും. അപ്പൊ ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ എന്ത് ചെയ്യും? അതിനാവശ്യമായ രീതിയിൽ ഇൻപുട്ട് മോട്ടോറിന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിക്കുന്നത് വെച്ചോ. റെക്ടിഫയർ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? ആ ഫയറിംഗ് ആംഗിൾ മാറ്റി അനുസരിച്ച് അതിന്റെ ആവറേജ് വാല്യൂ മാറ്റാൻ പറ്റും. ഇതൊരു DC മോട്ടോർ ആണെങ്കിൽ DC മോട്ടോറിന്റെ ഇൻപുട്ടിൽ നമ്മൾ DC വോൾട്ടേജാണ് കൊടുക്കുന്നത്. DC മോട്ടോറിന്റെ റൊട്ടേഷൻ സ്പീഡ് അതിന്റെ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. 5Z/60 × P/A ആണല്ലോ ഇക്വേഷൻ ആ വോൾട്ടേജിന്റെ. അപ്പൊ വോൾട്ടേജ് പ്രൊപ്പോർഷൻ ടു N ആണ്. E = 5ZN/60 × P/A. DC മോട്ടറിന്റെ ഇതാണ്. അപ്പൊ നമ്മളവിടെ ഇത് ബാക്ക് EMFന്റെ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMFന്റെ ഇക്വേഷൻ ആണ് EB മോട്ടറിനകത്ത്. അപ്പൊ EBയും നമ്മൾ ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. V - IARA ആയിരിക്കും EB. അപ്പൊ ഈ IARA വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. EBയും V ഏതാണ്ട് തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? EB കൂടും. EB കൂടി അതിന്റെ അർത്ഥം എന്താണ്? N എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡ് കൂടും. അപ്പം വോൾട്ടേജും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പൊ ഇവിടെ സ്പീഡ് കൂട്ടണം എന്ത് ചെയ്യണം? ആ റെക്ടിഫയറിന്റെ ആ ഫയറിംഗ് ആംഗിൾ മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഡെവലപ്പ് ചെയ്യുന്ന ആവറേജ് വോൾട്ടേജിന്റെ അളവ് കൂട്ടും. വോൾട്ടേജിന്റെ അളവ് കൂട്ടിയ സ്വാഭാവികം എന്ത് വരും? സ്പീഡ് കൂടും. സ്പീഡ് കൂടിയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പീഡ് 1450 ആയിരുന്നു വെച്ചോ. ആദ്യം 1400 ആയിരുന്നു, അത് കൂടി 1450. വീണ്ടും ഈ 450 ഈ റോട്ടർ പൊസിഷൻ സെൻസർ മെഷർ ചെയ്തിട്ട് ഇവിടെ കൊടുക്കും. അപ്പൊ 1450 ആയി. അപ്പൊ എറർ എന്തായി? 1500 മൈനസ് 1450 50 RPM ആയി. അത് വീണ്ടും ഇതിനകത്തേക്ക് കൊടുക്കും. അപ്പൊ 50 RPM കൂടി ഉള്ളു. അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യും? ഒരു 1475 വന്ന് വീണ്ടും കമ്പയർ ചെയ്യും. അപ്പൊ ഇവിടെ 1475 എത്തി. ആ ഡിഫറൻസ് എന്തായി? 25 ആയി. അപ്പൊ 25 RPM ചേഞ്ചേ ഉള്ളൂ. അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും.
ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് എന്ത് ചെയ്യും, ഫൈനലി ഇവിടെ 1500 RPM എത്തും. 1500 RPM എത്തി എന്ത് ചെയ്യും, ഇത് ഇവിടെ സെൻസ് ചെയ്യും. 1500 RPM ആയി എറർ എന്തായി, 1500 - 1500 = 0. അപ്പൊ ഈ പവർ ഇലക്ട്രോണിക് കൺവെർട്ടർ എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള സെറ്റിംഗ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ വീണ്ടും ഈ സെറ്റിംഗ് മാറ്റേണ്ടി വരുന്നത് ലോഡ് മാറുമ്പോഴാണ്, ലോഡ് കൂടുമ്പോഴും ലോഡ് കുറയുമ്പോഴും. ഇത് ആക്ച്വലി ലോഡ് കൂടുമ്പോഴാണ് RPM കുറഞ്ഞത്. ഇനി നമുക്ക് ലോഡ് പെട്ടെന്ന് റിമൂവ് ചെയ്താലോ പെട്ടെന്ന് RPM കൂടും. അപ്പൊ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ 1600 RPM ആണെങ്കിൽ ഇതുവഴി ഇങ്ങനെ പോകും, 1600 അവിടെ വരും. അപ്പൊ 1500 - 1600 -100 RPM ആയിരിക്കും ഇവിടുത്തെ എറർ. അപ്പൊ അതിനെ മാറണമെങ്കിൽ എന്ത് ചെയ്യും, നേരത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. നേരത്തെ ഫയറിംഗ് ആംഗിൾ കുറയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, ഫയറിംഗ് ആംഗിൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഫയറിംഗ് ആംഗിൾ കൂട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിന് DCയുടെ വാല്യൂ കുറയും. ഔട്ട്പുട്ട് DC കുറയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ പ്രകാരം ഈ വോൾട്ടേജ് കുറയും. ഈ വോൾട്ടേജ് കുറഞ്ഞാൽ EB കുറയും. EB ഉയർന്ന എന്ത് ചെയ്യും, N കുറയും. അപ്പൊ ഇങ്ങനെ 1600 550 1525 1500 ഫൈനലി എത്തും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ആവശ്യം. ഈ ആവശ്യത്തിനനുസരിച്ച് ലോഡ് കൂടുമ്പോഴും കുറയുമ്പോഴും ഇതിനെ നമ്മൾ ഈ പറയുന്ന അതേ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട് ബിടെക്കിന്. നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് അത് ഇല്ലെന്ന് തോന്നുന്നു പഠിക്കാൻ. അതിലാണ് ശരിക്കും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, ഡാമ്പിങ് എന്താണ്, ഒരു സിസ്റ്റം അണ്ടർ ഡാംപ്ഡ് ആണോ ഓവർ ഡാംപ്ഡ് ആണോ, അങ്ങനെയൊക്കെ. അതായത് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫൈനലി സെറ്റിൽ ആവുമോ അതോ അത് അൺബൗണ്ടഡ് ആയി പോയിട്ട് സിസ്റ്റം അൺസ്റ്റേബിൾ ആവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ. ബിടെക് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത് പഠിക്കാം. 4th ഇയറിലാണ് അത് വരിക. 4th ഇയറിൽ S7ലാണ് വരിക. S7ലുണ്ട് S6ലുണ്ട്. 2 കൺട്രോൾ സിസ്റ്റം പഠിക്കാനുണ്ട്. അതിനകത്ത് പഠിക്കാൻ ഞാൻ സിമ്പിളായി പറഞ്ഞത് അതിലും ആദ്യത്തെ ഒരു 1-2 ക്ലാസ്സുകളിൽ ഈ ഒരു ടൈപ്പ് കാര്യങ്ങളാണ് പറയുക. ഇവിടെ ഞാൻ RPM വെച്ച് പറഞ്ഞു തന്നു. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ ഇൻപുട്ട് കമാൻഡ്, എറർ, അതുപോലെ സെൻസ്ഡ് ആയിട്ടുള്ള സെൻസിങ് യൂണിറ്റിന്റെ ഔട്ട്പുട്ട്, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയി കൊടുക്കും. ഇത്രേ പറയുള്ളൂ. അപ്പൊ ഇതാണ് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യം. നമുക്ക് ഒരു 1500 മെഷീനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലൂപ്പിൽ 1500 സെറ്റ് ചെയ്താൽ ഈ സെൻസിങ് യൂണിറ്റും ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടറും കൂടെ ഈ എററിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എററിനെ നള്ളിഫൈ ചെയ്യണം. അതായത് എററിനെ കുറയ്ക്കണം. എറർ 0 ആയിരിക്കണം. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന കമാൻഡും ആക്ച്വലും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ കൊടുക്കുന്ന കമാൻഡിൽ മെഷീൻ കറങ്ങണം. അതിന്റെ അർത്ഥം എന്താ, മെഷീനും നമ്മൾ കൊടുക്കുന്ന കമാൻഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന കമാൻഡും മെഷീനും തമ്മിലുള്ള വ്യത്യാസമാണ് എറർ. അപ്പൊ ആ എറർ 0 എന്തായി, ഇത് രണ്ടും ഈക്വൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ X ഉണ്ട്, ഇവിടെ Y ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, X-ഉം Y-ഉം സെയിം ആവണം. X-ഉം Y-ഉം സെയിം ആയാൽ X - Y എന്തായിരിക്കും, 0 ആയിരിക്കും. X - Y ആണ് എറർ. എററിനെ 0 ചെയ്യണം. അപ്പൊ ഈ ലൂപ്പിൽ വെച്ച് അത് നടക്കും. അപ്പൊ ഇതാണ് ഒരു മോഡേൺ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ പവർ ഇലക്ട്രോണിക് ഡ്രൈവ്. ഇതാണ് അതിന്റെ ബേസിക്. ഓക്കെ, അപ്പം നമുക്ക് ഡ്രൈവ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഓൾമോസ്റ്റ് നടന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡ്രൈവ്സിനെ. അത് യൂസ് ചെയ്യുന്ന മോട്ടോർ ഡിപ്പെൻഡിങ് അപ്പോൾ മോട്ടോർ നമുക്കതിനെ DC ഡ്രൈവ്സ് അല്ലെങ്കിൽ AC ഡ്രൈവ്സ് എന്ന് പറയാൻ പറ്റും. നമ്മൾ DCയിൽ മെയിൻലി സീരീസ് മോട്ടോറും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോറാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ടുള്ളൊരു കാര്യം നമുക്ക് പഠിക്കാം. നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻ വെച്ചിട്ടാണ് 2 കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്ന ഡ്രൈവ്സിനെ പറ്റിയും പറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഓടെ ഈ ഒരു വീഡിയോ ഇവിടെ ചുരുക്കാം. അപ്പം പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്ന ഡ്രൈവ്സ്, പവർ ഇലക്ട്രോണിക്സ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡ്രൈവ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ ഒരു ബേസിക് ഡ്രൈവ്സ് പഠിച്ചു. ഒരു മോഡേൺ ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ സ്കീമാറ്റിക് ഡയഗ്രം, അതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് ഡ്രൈവ്സിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ.